മോളെ റെഡിയായില്ലേ? ഇതാ ടിഫിൻ. ഇന്ന് മോളുടെ സ്കൂളിൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. കുത്തിവെപ്പ് എടുക്കാൻ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. മോക്കും കുത്തിവെപ്പ് എടുക്കണ്ടേ? കുത്തിവെപ്പോ? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ കുത്തിവെപ്പല്ലോ എടുത്തോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? പപ്പ, ക്ലാസ്സിലത്തെ എല്ലാവരും കുത്തിവെപ്പ് എടുക്കുന്നുണ്ട്. അന്നയും മരിയേയും പറഞ്ഞ് കുത്തിവെപ്പ് എടുത്തില്ലെങ്കിൽ അസുഖം വന്ന് മരിക്കൂന്ന്. അതൊന്നും വേണ്ട. പ്ലീസ് പപ്പ. സാരമില്ല മോളെ. അച്ഛാ, അത് നിന്നോടല്ലേ പറഞ്ഞേ? ഹലോ, എന്താ നെൽസ? ചേച്ചി, സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ കുറെ വിളിച്ചു നോക്കി. സാർ അവിടെ ഇല്ലേ? മോളെ സ്കൂളിൽ വിടാൻ പോയതാ. പിന്നെ കളക്ട്രേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. ഓ ശരി, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ചേച്ചി. ഞാൻ കണ്ടോളാം എന്നാ. ആ ശരി, എന്നാ ഓക്കെ. ഞാൻ എത്ര നേരമായിട്ട് സാറിനെ ട്രൈ ചെയ്യുന്നു. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നതേ ഇല്ല. ഫോൺ സൈലന്റ് ആയിരുന്നു, അതാ. ഞാൻ വീട്ടിൽ വിളിച്ചായിരുന്നു. അവസാനം കാണാൻ വന്നപ്പോൾ തപ്പി ഇറങ്ങിയതാ. എന്താ? വരുന്ന വഴിക്ക് ഭാഗ്യത്തിനാ സാറിനെ കണ്ടത്. എന്താ, എന്ത് പറ്റി? നമ്മുടെ രമേശനില്ലേ, ആ. അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഓ, എന്തായിരുന്നു? ഡിഫ്തീരിയ ആയിരുന്നെന്നാ കേട്ടത്. ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരുപക്ഷെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന സംഭവമായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുക. സാറ് പുറകെ വാ. ഇന്ന് മോളുടെ സ്കൂളിൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. കുത്തിവെപ്പ് എടുക്കാൻ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. മോക്കും കുത്തിവെപ്പ് എടുക്കണ്ടേ? കുത്തിവെപ്പോ? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ കുത്തിവെപ്പല്ലോ എടുത്തോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? പപ്പ, ക്ലാസ്സിലത്തെ എല്ലാവരും കുത്തിവെപ്പ് എടുക്കുന്നുണ്ട്. അന്നയും മരിയേയും പറഞ്ഞ് കുത്തിവെപ്പ് എടുത്തില്ലെങ്കിൽ അസുഖം വന്ന് മരിക്കൂന്ന്. അതൊന്നും വേണ്ട. പ്ലീസ് പപ്പ. സാരമില്ല മോളെ. അച്ഛാ, അത് നിന്നോടല്ലേ പറഞ്ഞേ? ടീച്ചർ, ഈ വാക്സിനേഷൻ എടുക്കുന്നത് എവിടെയാ? നേരെ പോയാൽ മതി, നമ്മുടെ മെഡിക്കൽ റൂമിലാ. വേഗം ചെല്ലി, ഇപ്പൊ കഴിയാറായിട്ടുണ്ട്. ഡോക്ടറെ, ഇത് അവസാനത്തെ കുട്ടിയാ. ശരി. മോളെ വാ. പപ്പ വരത്തില്ലെന്ന് മോൾ ഓർത്തോ? എല്ലാവരും കുത്തിവെപ്പ് എടുത്തിട്ട് പോയി അല്ലേ? മോള് വിഷമിക്കണ്ട കേട്ടോ, നമുക്കും കുത്തിവെപ്പ് എടുക്കാം.
യെസ്. എല്ലാരും കഴിഞ്ഞെന്നല്ലേ ടീച്ചറെ പറഞ്ഞ്? ഡോക്ടർ ഇതാ ആ കുട്ടി കുത്തിവയ്പ്പ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയാ. സിസ്റ്ററെ, മോക്ക് കുഴപ്പമൊന്നുമില്ല. കുത്തിവയ്പ്പ് എടുത്തു കേട്ടോ. വരൂ, ഇരിക്കൂ. ഡോക്ടറെ, എൻ്റെ മുഖം കുത്തിവയ്പ്പ് എടുക്കണം. അതിൻ്റെ പ്രാധാന്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതെങ്ങനെ ഇപ്പം മനസ്സിലായി? ഞങ്ങളുടെ ഫൈനാൻസിലെ രമേശൻ സാറിൻ്റെ മോള് മരിച്ചുപോയി. ഡിഫ്തീരിയ ആയിരുന്നാ കേട്ടെ. ഓ, ശരിയാ. ഡിഫ്തീരിയ മൂലം കേരളത്തിൽ ഇന്ന് പല മരണങ്ങളും സംഭവിച്ചു. സോഷ്യൽ മീഡിയയിൽ വരെ വാക്സിനേഷനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ വളരെ ശക്തമാണ്. ഡോക്ടറെ, പലർക്കും പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കാരണമാണ് അവർ കുത്തിവയ്പ്പ് എടുക്കാതിരിക്കുന്നത്. ഡോക്ടർ, ശരിക്കും ഈ വാക്സിനേഷൻ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? DPT പോലെയുള്ള കുത്തിവയ്പ്പുകൾക്ക് 1-2 ദിവസം പനി വരുമെന്നല്ലാതെ വാക്സിനുകൾക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല. നിങ്ങൾ ആ ചാർട്ട് കണ്ടോ? കുട്ടികൾക്ക് ജനിച്ച ഉടൻ നൽകുന്ന BCG, ഓറൽ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, 6 ആഴ്ചകളിൽ നൽകുന്ന പെൻഡാവാലൻ 1 ഇഞ്ചക്ഷൻ പോളിയോ, ഓറൽ പോളിയോ, 10 ആഴ്ചയിൽ നൽകുന്ന പെൻഡാവാലൻ 2 ഓറൽ പോളിയോ, 14 ആഴ്ചയിൽ നൽകുന്ന പെൻഡാവാലൻ 3 ഓറൽ പോളിയോ, ഇഞ്ചക്ഷൻ പോളിയോ, 9-ാം മാസത്തിലെ മീസൽസ്, 16-24 മാസങ്ങൾക്കിടയിലെടുക്കുന്ന MMR, DPT ബൂസ്റ്റർ, OPV ബൂസ്റ്റർ, 5 വയസ്സിനും 6 വയസ്സിനും ഇടയിലെടുക്കുന്ന DPT ബൂസ്റ്റർ, 10-ാം വയസ്സിലും 15-ാം വയസ്സിലും എടുക്കുന്ന TT വാക്സിൻ. ഇതുകൂടാതെ പെൺകുട്ടികൾക്ക് 13-19 വയസ്സിനിടയിൽ സ്കൂളിൽ നിന്നും റുബല്ല വാക്സിനും നൽകുന്നതാണ്. എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഇത് പൂർണ്ണമായും സൗജന്യമാണ്. ഇതുകൂടാതെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം, ഔട്ട്റീച്ച് പ്രോഗ്രാം, ICDS പ്രോഗ്രാം എന്നീ ഗവൺമെൻറ് പ്രോഗ്രാമുകളും ഉണ്ട്. ന്യൂമോകോക്കൽ, റോട്ടാ വൈറസ്, ചിക്കൻ ബോക്സ്, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് A എന്നീ കുത്തിവയ്പ്പുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാവുന്നതാണ്. മോക്കും കുത്തിവയ്പ്പ് എടുത്തു. എന്തായാലും നിങ്ങളുടെ മനസ്സ് മാറിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനോടുമുള്ള ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ് പ്രതിരോധ കുത്തിവയ്പ്പ്. അത് നിഷേധിക്കുന്നത് അവരോട് ചെയ്യുന്ന കൊടുംപാതകമാണ്.